ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കേർട്ട് കട്ടിങ്സ്. ഒന്നാമത്തത് അംബ്രല്ല. അംബ്രല്ല തന്നെ രണ്ട് വേരിയേഷൻ ഉണ്ട്. സിംഗിൾ അംബ്രല്ല ഉണ്ട്, ഡബിൾ അംബ്രല്ല ഉണ്ട്. അംബ്രല്ലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി 44 ആണ് ഒരു ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ 44 ആണെങ്കിൽ എപ്പോഴും അംബ്രല്ല ചെയ്യുമ്പോഴത്തേക്കും താഴെ സൈഡിലൊരു ചെറിയൊരു കട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അല്ല നിങ്ങളുടെ വിഡ്ത്ത് മോർ ദാൻ 44 ആണെങ്കിൽ ആ കട്ട് വരില്ല. ഇനി ഡബിൾ അംബ്രല്ലയാണ്, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്ലെയർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഡബിൾ അംബ്രല്ല എന്ന് പറയുന്ന കട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കാരി ടൈപ്പ് ഓഫ് ഫാബ്രിക്സ്, ചിക്കൻ കാരി അല്ല, ഒറിജിനൽ ചിക്കൻ കാരി അല്ല, ചിക്കൻ കാരി ടൈപ്പ് ഓഫ് ഫാബ്രിക്സിൽ എപ്പോഴും ഒരു ബോർഡർ ഉണ്ടാകും, അല്ലെങ്കിൽ അത് പാനൽസിലായിരിക്കും പോകുന്നത്. ഈ രണ്ട് ഓപ്ഷനിലും നമുക്ക് അംബ്രല്ല കട്ടിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അംബ്രല്ല കട്ടിങ്ങിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺസ്, അതായത് വിത്തൗട്ട് ബോർഡർ അല്ലെങ്കിൽ പാനൽസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് എപ്പോഴും നമുക്ക് അംബ്രല്ല കട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെർമെയ്ഡ് കട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫിഷ് കട്ട് എന്നും പറയാം, മെർമെയ്ഡ് കട്ട് എന്നും പറയാം. അത് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കട്ടാണ്. കുറച്ചും കൂടെ തൈസിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ട് താഴോട്ട് നമുക്ക് ചെറിയൊരു ഫ്ലെയർ ഉണ്ടാകും. ആ ഫ്ലെയറിൽ നമുക്ക് സ്റ്റിഫ്നെറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിഫ്നെറ്റ് കൊടുക്കാം, അല്ല നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി എന്നാണെങ്കിൽ അങ്ങനെയും പോസിബിൾ ആണ്. മൂന്നാമത്തതാണ് പാനൽ കട്ട്. പാനൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന പാറ്റേൺസ് ഉള്ള ഫാബ്രിക് എടുത്തിട്ട് നമുക്ക് പാനൽസ് ചെയ്യാം. അല്ല മാർക്കറ്റിൽ ഇപ്പോൾ പാനൽസ് ആയിട്ട് തന്നെ ഫാബ്രിക്സ് അവൈലബിൾ ആണ്, അത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കാം.